Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Assalatu wassalamu ala ashrafil mursalin wa ala alihi wasahbihi ajma'in. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാരുണ്യക്കടലായ അന്ത്യപ്രവാചകൻ മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ട് വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയ സുഹൃത്തുക്കളെ, ആരാണ് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തർശയക്കെട്ടുന്ന മരുഭൂമിയിൽ കടും ചിത്തകളുമായ അറബികളെ ഇരുട്ടിൽ നിന്നകറ്റി അവരിൽ ഉണ്ടായിരുന്ന മൂർത്തത്തെ നിസ്വഭാവത്തെ മാറ്റി അഖില ലോക നേതാക്കളാക്കി മാറ്റി വിനയത്തിന്റെ കടാത്ത വിളക്കുകളാക്കി മാറ്റി സുന്ദരമായ സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകമായി മാറ്റിയതിന്റെ മാത്രം വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടവർ. ഡോക്ടർ ബർനാക്ഷി പറയുകയാണ്, I like Muhammad's ability. Muhammad was not only prophet but also scientist and socialist. ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ച് ശാസ്ത്രജ്ഞനും സാമൂഹിക പരിഷ്കർത്താവുമാണ്. നടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും ഇഴയുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും വർണ്ണവർഗ ജാതി വ്യത്യാസങ്ങളായി തർക്കിച്ചിരുന്ന ലോകജനതയെ ഏകോദര സഹോദരങ്ങളാക്കി മാറ്റി. കർത്തവനേക്കാൾ വെറുത്തവനോ അനർപ്പിയേക്കാൾ അനർപ്പിക്കോ സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയശുദ്ധി കൊണ്ട് സൃഷ്ടാവിലേക്ക് അടുക്കുന്ന എനിക്ക് പദവി നൽകി ബഹുമാനിച്ച കാരണത്തിന്റെ ഹസ്തമായി വിമോചനത്തിന്റെ പാത തെളിയിച്ചു കൊടുത്ത ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആസ്വാദിനവും സമ്പത്തും ഭരണാധിപത്യവും കിരീടവും സ്വർണവും മുത്തും മാണിക്യവും മരതകവും എല്ലാം കാലിന്റെ അടിയിലിരിക്കവേ ചുടാത്ത മണ്ണും കൊണ്ട് പട്ടുയർത്തിയ മഞ്ചൂരിന്റെ വീട്ടിൽ ഈത്തപ്പന ഓലകൾ കൊണ്ടുള്ള കൂരയ്ക്ക് കീഴിൽ സ്വന്തം കൈകൊണ്ട് വീട്ടുപണി ചെയ്ത് കീറപ്പായ വിരിച്ച് മരുഭൂമിയുടെ മണ്ണിൽ അന്തിയുറങ്ങിയ രാജാക്കന്മാരുടെ രാജനായ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് തുല്യതയില്ലാതെ സ്നേഹിക്കപ്പെടുകയും അതിനേക്കാൾ തുല്യതയില്ലാതെ സ്നേഹം പകർന്നു നൽകുകയും ചെയ്ത നേതാവാണ് മുഹമ്മദ് നബി. ലോകത്തിന് കാരണമായിട്ടാണ് അല്ലാഹു അങ്ങയെ സംവിധാനിച്ചത്. അതുകൊണ്ട് ലോകത്തിന് കാരണമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ബാധ്യത പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുമ്പോൾ വേദനയോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്രായീൽ അലൈഹിസ്സലാം പറയുകയുണ്ടായി, ഓ നബിയേ, അങ്ങയുടെ റൂഹ് വെണ്ണയിൽ നിന്ന് നൂലിനെ വെച്ചെടുക്കുന്നത് പോലെയാണല്ലോ, എന്നാൽ അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹ് പിടിക്കുന്നത് മുള്ളിൽ നിന്ന് ഇലയെ വെച്ചെടുക്കുന്നത് പോലെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മരണവേളയിൽ പൊട്ടിക്കരയുകയും ചെയ്ത ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പുണ്യാന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും അനുധാവനം ചെയ്യുകയും വേണം. ആ പ്രവാചകന്റെ പാതകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ആ പ്രവാചകന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുവാനും അവിടുത്തെ പാതകൾ ദർശിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടിക്ക് നല്ല ശോഭനമായ ഭാവി നൽകട്ടെ. ഉയർന്നങ്ങളിലെത്താൻ, ഉന്നതകളിലെത്താൻ അല്ലാഹു ആ കുട്ടിക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്ക് ആ കുട്ടി മുഖാന്തരം ഇരു ലോകത്തും വിജയം അല്ലാഹു നൽകട്ടെ. സറഫറാസ് മൗദൂദിന് ക്യാഷ് അവാർഡ് കൊടുക്കാൻ വേണ്ടി ക്ഷണിക്കും.